Hello students, in this session we are discussing the first part of our chemical kinetics. നമ്മൾ കെമിസ്ട്രിയിലെ ഫോർത്ത് ചാപ്റ്ററാണ് ഈ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ. നമ്മൾ ഇതുവരെ ഒരു പരിചയമില്ലാത്ത ടോപ്പിക് തന്നെയാണ് ഈ ഒരു പാഠത്തിലുള്ളത്. സൊല്യൂഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ളതിന് മുമ്പത്തെ ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞു വലിയ പരിചയമില്ലാത്ത ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടെന്ന്. അതുപോലെ തന്നെ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് പുതിയതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കേൾക്കുന്ന ഒരു ചാപ്റ്ററാണ്. സിമ്പിളായിട്ടുള്ള ഏരിയ തന്നെയാണ്. ആദ്യം കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയാൽ സ്വന്തമായി നിങ്ങൾക്ക് ഈ പാഠം പഠിച്ചെടുക്കാൻ പറ്റും. സോ ഫസ്റ്റ് പറയുന്ന കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി ശ്രദ്ധിച്ച് കേൾക്കുക. കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള പറയാം. ഇറ്റ് ഇസ് എ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി. ഈ ഒരു കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്നത് കെമിസ്ട്രിയുടെ ഒരു ബ്രാഞ്ചാണ്. ദാറ്റ് ഡീൽസ് വിത്ത് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. അതിൽ പറയുന്നത് കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതെന്താണ് ഡീൽ ചെയ്യുന്നത്? കെമിക്കൽ കൈനറ്റിക്സ് ഡീൽ ചെയ്യുന്നത് ഒരു റിയാക്ഷൻ, ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നാൽ അതിൻ്റെ റേറ്റ് എങ്ങനെയായിരിക്കും, എന്താണ് റേറ്റ് എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യും. അതേപോലെ തന്നെ ഫാക്ടർ എഫക്റ്റിംഗ് ദ റേറ്റ് ഓഫ് ദി മെക്കാനിസം ഓഫ് റിയാക്ഷൻസ് കോൾഡ് കെമിക്കൽ കൈനറ്റിക്സ്. അപ്പോൾ ഈ ഒരു കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള കെമിസ്ട്രിയുടെ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി എന്ന് പറഞ്ഞ ഈ കെമിസ്ട്രിയുടെ ബ്രാഞ്ചിൽ നമ്മൾ എന്താണ് ഡീൽ ചെയ്യുന്നത്? ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റിനെ കുറിച്ചും ആ റേറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ കുറിച്ചാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ശരിക്കും ഈ ഒരു റിയാക്ഷൻ്റെ റേറ്റ് എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കും. പിന്നെ അതിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണെന്ന് പഠിക്കും. അതാണ് ഈ ഒരു ചാപ്റ്റർ നമുക്കറിയാനുള്ളത്. അപ്പോൾ ഒരു റിയാക്ഷൻ എന്ന് നടന്നു കഴിഞ്ഞാൽ, ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റ് എന്താണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. സോ ശ്രദ്ധിച്ചിരിക്കുക, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. നമുക്ക് പറയുന്നത് റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. കെമിക്കൽ റിയാക്ഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. The rate of a chemical reaction is the change in concentration of any one of the reactant or product in unit time. അതായത് ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതൊരു റിയാക്റ്റൻസ് ഉണ്ടാവും, അവ പ്രൊഡക്റ്റായിട്ട് മാറും. ഞാൻ എക്സാമ്പിളായിട്ട് കൊടുക്കുകയാണ്. എ എന്ന് പറഞ്ഞിട്ടുള്ള റിയാക്റ്റൻ്റ് ഉണ്ട്, അത് ബി എന്ന് പറഞ്ഞ റിയാക്റ്റൻ്റ് കൂടി ചേർന്നിട്ട് സിയും ഡിയും എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് പ്രൊഡക്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. സോ ഇതാണ് റിയാക്റ്റൻ്റ്, ഇതാണ് പ്രൊഡക്ട്സ്. ഇനി റേറ്റ് എന്താണെന്നുള്ള പറയാം. റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ഈസ് ദി ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എനി വൺ ഓഫ് റിയാക്റ്റൻ്റ്. അതായത് ഒരു റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇവരുടെ കോൺസെൻട്രേഷൻ ഉണ്ടല്ലോ, റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ ചേഞ്ച് ആവുന്നതിനെ ആണ് നമ്മൾ റേറ്റ് എന്ന് പറയാം. ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവരുടെ കോൺസെൻട്രേഷൻ, അതായത് ഇവർ എത്രത്തോളം ഉണ്ട് എന്ന്, ഇവരെ അളവുകൾ ചേഞ്ച് ആവുന്നതിനെയാണ് നമ്മൾ റേറ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ പറയാണ് പ്രൊഡക്റ്റ് ഇൻ ടൈം, അതായത് റിയാക്റ്റൻറ്റിൻ്റെ ചേഞ്ചോ അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ ചേഞ്ചിനെയാണ് നമ്മൾ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിയാക്റ്റൻറ്റിന് ചേഞ്ച് ആവുന്നതിനെയോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ചേഞ്ച് ആവുന്നതിൻ്റെ ആണ് നമ്മൾ റേറ്റ് എന്ന് പറയാം. ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഇവർ രണ്ടാളും കൂടി ചേർന്നിട്ട് സി എന്ന് പറഞ്ഞിട്ടും ഡി എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാവുകയാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഇവർ രണ്ടാളും കൂടി ചേർന്ന് ഇവർ പ്രൊഡക്റ്റായി മാറുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ റിയാക്റ്റൻസ് ഡിഗ്രീസ് ചെയ്ത് പ്രൊഡക്റ്റ് ഇൻക്രീസ് ആവും. അതായത് ഇവിടെ റിയാക്റ്റൻസ് എന്താവുന്നുണ്ട്? കുറയുന്നുണ്ട്, അതായത് റേറ്റ് ചേഞ്ച് ആവുന്നുണ്ട്. അതായത് പ്രൊഡക്റ്റ് ഇൻക്രീസ് ആവുന്നത്, അതായത് പ്രൊഡക്റ്റും ചേഞ്ച് ആവുന്നുണ്ട്. സോ ഈ ഒരു ചേഞ്ചാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റേറ്റ് ഓഫ് എ റിയാക്ഷൻ, ഒരു കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ റിയാക്റ്റൻ്റ് കുറയുന്നതിനോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് കൂടുന്നതിനെയോ ആണ് നമ്മൾ എന്തെന്ന് പറയാം? റേറ്റ് എന്ന് പറയാം. ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് പറയാം. റേറ്റ് എന്ന് പറഞ്ഞാൽ റിയാക്റ്റൻറ്റിൻ്റെ ചേഞ്ചിനെയോ അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ ചേഞ്ചിനെയോ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ട് കാര്യം കൃത്യമായിട്ട് ബേസിക് അടക്കം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. സോ അതാണ് ഈ ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന അടുത്തൊരു ഡെഫിനിഷനാണ്, ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഡിഗ്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എനി വൺ ഓഫ് ദി റിയാക്റ്റൻറ്റ്. ഞാനത് പറഞ്ഞു. അതായത് ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എനി വൺ ഓഫ് റിയാക്റ്റൻറ്റിൽ ഏതെങ്കിലും ഒരാൾ കുറയുന്നതിനെയോ അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എനി വൺ ഓഫ് പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നതിനെയോ ആണ് നമ്മൾ റേറ്റ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ റേറ്റ് അല്ലെങ്കിൽ വില എന്ന് പറയുന്ന പോലെ അല്ല റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. ഒരു റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ അത് എത്ര തോതിൽ അതിൻ്റെ റിയാക്റ്റൻ്റ് പ്രൊഡക്റ്റ് ആവുന്നുണ്ട്, എത്ര തോതിൽ ആ റിയാക്റ്റൻ്റ് പ്രൊഡക്റ്റ് ഇൻക്രീസ് ആവുന്നു, ആ തോത്, അതാണ് റേറ്റ്. എത്ര തോതിൽ, എത്ര കൂടുതലാവുന്നു, എത്ര ഇതായിട്ട് ഇത് ഡിക്രീസ് ആവുന്നു, എത്ര ഇത് ഇൻക്രീസ് ആവുന്നു എന്ന് പറയുന്നത് ആ റേറ്റ്. അപ്പോൾ ആ പോയിന്റ് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളത് കൃത്യമായിട്ട് പറയാണ്. റേറ്റ് ഓഫ് എ റിയാക്ഷൻ, ഈ പറഞ്ഞ കേസ് നമ്മൾ ഇക്വേഷൻ നമുക്ക് ക്ലിയർ ആയിട്ട് പറയണം. അതായത് ഇവിടെ എന്തുണ്ട്? റിയാക്റ്റൻസ് ഉണ്ട് R.
ഇവ എന്തായി മാറുന്നുണ്ട്? പ്രൊഡക്റ്റായി മാറുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ റേറ്റിൻ്റെ ഇക്വേഷൻ എഴുതണം. ഒരു റേറ്റ് ഓഫ് എ റിയാക്ഷൻ, ഒരു റിയാക്ഷൻ്റെ റേറ്റിൻ്റെ ഇക്വേഷൻ എഴുതണം. അപ്പോൾ റേറ്റ് എന്താണെന്നുള്ള ഞാൻ പറഞ്ഞു. റിയാക്റ്റൻ്റ് കുറയുന്നതിനെയോ പ്രൊഡക്റ്റ് കൂടുന്നതിനെയാണ് റേറ്റ് എന്ന് പറഞ്ഞു ഞാൻ. സോ റേറ്റ് ഓഫ് എ റിയാക്ഷൻ എന്താണ്? ഇൻക്രീസ് ഇൻ ദി കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഡിവൈഡ് ബൈ ടൈം ടേക്കൺ. അതായത് ഒരു യൂണിറ്റ് ടൈമിൽ എത്രത്തോളം പ്രൊഡക്റ്റ് ഇൻക്രീസ് ആവുന്നുണ്ട് അതിനെ റേറ്റ് എന്ന് പറയാം. സോ ഇക്വേഷൻ ബേസ് ക്ലിയർ ആയിട്ട് പറഞ്ഞു. അതിന് ഇക്വേഷൻ എഴുതാം. റേറ്റിന് നമ്മൾ സ്മോൾ ലെറ്റർ R കൊണ്ട് സൂചിപ്പിക്കും. ചേഞ്ച് ഇൻ പ്രൊഡക്റ്റ്, അതായത് പ്രൊഡക്റ്റ് എത്രത്തോളം ഇൻക്രീസ് ആവുന്നുണ്ട് അതാണ് എഴുതിയത്. ചേഞ്ച് ഇൻ പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. സോ ഇതിനെയാണ് ഒരു റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറയാം. അപ്പോൾ ക്ലിയർ ആയിട്ട് കാര്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ഒരു റിയാക്ഷൻ്റെ റേറ്റിന് ഞാൻ പറഞ്ഞു ഒരു യൂണിറ്റ് ടൈമിൽ ഈ പ്രൊഡക്റ്റിൻ്റെയോ അല്ലെങ്കിൽ റിയാക്റ്റൻസിൻ്റെയോ തോത് അളവ് കുറയുന്നതിനെയോ കൂടുന്നതിനോ റേറ്റ് എന്ന് പറയാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? പ്രൊഡക്റ്റ് വെച്ചിട്ട് റേറ്റിൻ്റെ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ പ്രൊഡക്റ്റ് വെച്ചിട്ട് റിയാക്റ്റൻ്റെ റേറ്റിൻ്റെ ഇക്വേഷൻ എഴുതി. റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഡിവൈഡ് ബൈ ടൈം. സോ അവൻ ഇക്വേഷൻ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് റിയാക്ഷൻ ഇക്വേഷൻ എഴുതണം. സോ ഈ ഇക്വേഷൻ പഠിക്കാം. ഇനി റേറ്റ് ഓഫ് റിയാക്ഷൻ ഞാൻ റിയാക്റ്റൻ്റ് വെച്ചിട്ട് പറയണം. അതായത് പ്രൊഡക്റ്റ് ഇൻക്രീസ് ആവുന്നതിന് നമ്മൾക്ക് റേറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം? റിയാക്റ്റൻസ് ഡിക്രീസ് ആവുന്നതിനെ പറയാം. സോ നമ്മൾ എഴുതാണ് റിയാക്റ്റൻസ്, അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് R എന്ന് പറഞ്ഞാൽ റിയാക്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം ടേക്കൺ. സോ ഇക്വേഷൻ എന്താ വരിക? R ഈക്വൽ ടു ചേഞ്ച് ഇൻ റിയാക്റ്റൻറ്റ്. ഈ റിയാക്റ്റൻറ്റ് കുറയാണല്ലോ, അതുകൊണ്ട് നമ്മൾ ഒരു മൈനസ് ഇടണം. ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. സോ ഒരു റിയാക്ഷൻ്റെ റേറ്റിന് ഇക്വേഷൻ എഴുതുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം. ഒന്നുകിൽ നമുക്ക് എന്ത് വെച്ച് എഴുതാം? റിയാക്റ്റൻ്റ് വെച്ച് എഴുതാം, അല്ലെങ്കിൽ എന്ത് വെച്ച് എഴുതാം? പ്രൊഡക്റ്റ് വെച്ച് എഴുതാം. അപ്പോൾ ഈ ഒന്നാമത് എഴുതിയിട്ടുള്ള ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഏത് വെച്ച് എഴുതിയിട്ടുള്ളതാണ്? പ്രൊഡക്റ്റ് വെച്ചിട്ട് എഴുതിയിട്ടുള്ള റിയാക്റ്റൻ്റ് ഇക്വേഷനാണ്. ഈ രണ്ടാമത് എഴുതിയിട്ടുള്ള ഈ ഒരു ഇക്വേഷൻ ഏതാണ്? റിയാക്റ്റൻ്റ് വെച്ചിട്ടുള്ളതാണ്. സോ റിയാക്റ്റൻറ്റിൻ്റെ വെച്ച് എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് കൊടുക്കണം? ഒരു നെഗറ്റീവ് കൊടുക്കണം. കാരണം എന്താ? റിയാക്റ്റൻസ് കുറയുന്നതാണ് റേറ്റ് ഓഫ് റിയാക്ഷൻ, പ്രൊഡക്റ്റ് കൂടുന്നതാണ് റേറ്റ് ഓഫ് റിയാക്ഷൻ. അപ്പോൾ നമ്മളിവിടെ പ്ലസ് ഇടാറില്ല, പ്ലസ് വേണമെങ്കിൽ ഇടാം. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ ഈ രീതിയിൽ പറഞ്ഞ പോലെ തന്നെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കണം. റേറ്റ് എന്താണെന്നുള്ള പഠിക്കുക. ഒരു റിയാക്ഷൻ്റെ റേറ്റ് എങ്ങനെ റിയാക്റ്റൻ്റ് വെച്ചിട്ട് എഴുതുക, പ്രൊഡക്റ്റ് വെച്ചിട്ട് എങ്ങനെ ആ ഇക്വേഷൻ എഴുതുക എന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കുക. ഈ ഇക്വേഷൻ പഠിക്കുക, എന്നിട്ട് ഈ ഇക്വേഷനിൽ നമ്മൾ എത്തുന്നത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുക. അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അതായത് പക്ക റിയാക്ഷൻ വന്നിട്ടുണ്ട്. ഒരു റിയാക്ഷൻ നമ്മളിപ്പോൾ നേരത്തെ AB അല്ലെങ്കിൽ PR എന്ന രീതിയിലാണ് എടുത്തത്. നമ്മൾക്കൊരു റിയാക്ഷൻ തന്നു, അതിൻ്റെ റേറ്റിന് ഇക്വേഷൻ എഴുതണം. ഇവിടെ തന്നിട്ടുള്ള ഇക്വേഷൻ എന്താണ്? ഫോർ ദ റിയാക്ഷൻ 2N2O5 gives 4NO2 + O2. അതായത് 2N25 എന്ന് പറഞ്ഞിട്ടുള്ള റിയാക്റ്റൻസ് പ്രൊഡക്റ്റായി മാറുന്നുണ്ട്. സോ ഇവൻ്റെ റേറ്റിൻ്റെ ഇക്വേഷൻ എഴുതണം. സോ റേറ്റിൻ്റെ ഇക്വേഷൻ R ഈക്വൽ ടു റേറ്റിൻ്റെ ഇക്വേഷൻ എഴുതി. റിയാക്റ്റൻസ് എന്ത് ചെയ്യാണ്? ഡിഗ്രീസ് അവിടെ. അപ്പോൾ നമുക്ക് എഴുതാം ഡെൽറ്റ N2O5 അല്ലേ? ഡെൽറ്റ N2O5 എന്ത് ചെയ്യുന്നുണ്ട്? ഡിഗ്രീസ് ആവുക. അതുകൊണ്ട് മൈനസ് ചെയ്യാൻ ഇട്ടു. ഇവിടെ 2 ഉണ്ട്, നമ്മളിവിടെ കൊടുക്കണം 1/2. റിയാക്ഷൻ്റെ റേറ്റിൽ 1/2 എന്ന് കൊടുക്കണം. ഡിവൈഡഡ് ബൈ ഡെൽറ്റ T. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു അതേ റേറ്റ് ഏതിനോട് ഈക്വൽ ആയിരിക്കും? പ്രൊഡക്റ്റിൻ്റെ റേറ്റ് ഇൻക്രീസ് ആവുന്നതിനോട് ഈക്വൽ ആണ്. സോ നമുക്ക് അതേ എഴുതാം ഡെൽറ്റ NO2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ T. ഇവിടെ എന്ത് ചെയ്യണം? 4 ആണ്, അപ്പോൾ നമ്മൾ 1/4 കൊടുക്കണം. ദാറ്റ്സ് ഈക്വൽ ടു ഓരോ റിയാക്റ്റൻറ്റിൻ്റെയും അടുത്ത റിയാക്റ്റൻറ്റിൻ്റെ അത് ഈ പ്രൊഡക്റ്റ് വെച്ച് എഴുതി നോക്കിയേ. ഇതേപോലെ ഡെൽറ്റ O2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ T. സോ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഞാൻ ഡെൽറ്റ വെച്ചിട്ടാണ് എഴുതിയത്. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? D വെച്ചിട്ട് എഴുതാം. ഇവിടെ D ആക്കിയാൽ മതി, ഒരു വ്യത്യാസം വരില്ല. എല്ലായിടത്തും D ആക്കിയാൽ എന്താവും? D വെച്ചിട്ട് എഴുതാം. ഏത് രീതിയിൽ നിങ്ങൾക്ക് എഴുതാം. ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് ഈ ഡെൽറ്റ വെച്ചിട്ട് എഴുതുന്നത് ആവറേജ് റേറ്റിൻ്റെ ഇക്വേഷനാണ്. ആവറേജ് റേറ്റ് ആണ് ഈ ഡെൽറ്റ വെച്ചിട്ട് നമ്മൾ എഴുതുക. ആവറേജ് റിയാക്ഷൻ പറഞ്ഞാൽ അതിൽ ആവറേജ് റേറ്റ് എഴുതുന്ന ഡെൽറ്റ വെച്ചിട്ട് എഴുതുന്ന ഇക്വേഷൻ. D വെച്ചിട്ട് എഴുതിയാൽ അത് ഇൻസ്റ്റൻറ്റീനിയസ് റേറ്റാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 6 ഇൻസ്റ്റൻറ്റ് വെച്ചിട്ട് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. സോ ഇൻസ്റ്റൻറ്റീനിയസ് റേറ്റ് എഴുതുന്ന സമയത്ത് എല്ലായിടത്തും നമ്മൾ എന്ത് ചെയ്യണം? D കൊടുക്കുക. ആവറേജ് റേറ്റ് എഴുതുന്ന സമയത്ത് ഡെൽറ്റ കൊടുക്കുക. നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റീനിയസ് റേറ്റ് ആണ് ചോദിക്കുള്ളൂ. സോ നിങ്ങൾ എന്ത് ചെയ്യുക? D വെച്ചിട്ട് പഠിക്കുക. അപ്പോൾ ഞാനിവിടെ ആദ്യം പഠിപ്പിച്ചത് എന്താണ്? ഇതെന്ന് പറയുന്നത് ആവറേജ് റേറ്റിന് ഇക്വേഷനാണ്. ഇത് ഇൻസ്റ്റൻറ്റീനിയസ്ക്ക് മാറ്റണമെങ്കിലോ ഇവിടെ D ആക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ആ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ കാര്യം പറഞ്ഞു തന്ന് അതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞാനിവിടെ ചെയ്യുന്നത്. സോ ആ റിയാക്ഷൻസ് എഴുതി. ഇത് ഞാൻ ആവറേജ് റേറ്റിന് ഇക്വേഷൻ എഴുതി.
സോ അവിടെ ആ ഡെൽറ്റ കാണുന്നതൊക്കെ ഞാൻ ഈ ഡി ആക്കി കഴിഞ്ഞാൽ അത് ഇൻസ്റ്റന്റീനിയസ് റേറ്റിന് ഇക്വേഷൻ ആയി. സോ രണ്ടാമത് ഇവിടെ വേറെ റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ അവൻ്റെ റിയാക്ഷൻ ഇക്വേഷൻ എങ്ങനെ എഴുതുക? ഞാൻ എഴുതുന്നത് ഇനി ഇൻസ്റ്റന്റീനിയസ് റേറ്റിൻ്റെ എഴുതാം. സോ ഇവിടെ റിയാക്റ്റൻസ് ഉണ്ട്, പ്രൊഡക്റ്റ് ഉണ്ട്. ഇവരുടെ റിയാക്റ്റൻസ് ആണ്, ഒരു പ്രൊഡക്റ്റ് ആണ്. സോ നമ്മൾ എഴുതുന്നു ഇവരുടെ റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ ആയിരുന്നു. അപ്പോൾ ഡി ഓഫ് H2 ഇങ്ങനെ എഴുതുന്നത് എന്താണ്? ഈ സ്ക്വയറിൻ്റെ ഉള്ളിൽ എഴുതുക കോൺസെൻട്രേഷൻ ഓഫ് H2 എന്നാണ് വായിക്കുക. നമ്മൾ കോൺസെൻട്രേഷന് വേണ്ടി ഈ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുക, ഒരിക്കലും ഈ ബ്രാക്കറ്റ് കൊടുക്കരുത്. കാരണം എന്താ? കോൺസെൻട്രേഷൻ എന്നാണ് നമ്മളോട് സൂചിപ്പിക്കുന്നത്. കോൺസെൻട്രേഷൻ നമ്മൾ ഈ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കണം. അപ്പോൾ ഇവിടെ H2 കോൺസെൻട്രേഷൻ ഓഫ് H2 ഡിവൈഡ് ബൈ ഡി കൊടുക്കാൻ കാരണം എന്താ? നമ്മൾ എഴുതുന്നത് ഇൻസ്റ്റന്റീനിയസ് റേറ്റ് ആണ്. ഇൻസ്റ്റന്റീനിയസ് റേറ്റ് ആണ് എഴുതാൻ പഠിക്കണം. ഓരോ ഇൻസ്റ്റന്റിൽ അതിൻ്റെ റേറ്റ്, അതാണ് ഇൻസ്റ്റന്റീനിയസ് റേറ്റ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈക്വൽ ടു I2 വെച്ച് നമുക്ക് എഴുതാൻ പറ്റും. ഇത് റിയാക്റ്റൻസ് ആയതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് കൊടുക്കണം. നെഗറ്റീവ് DI2 ഡിവൈഡഡ് ബൈ DT ദാറ്റ്സ് ഈക്വൽ ടു, ഇവിടെ നിന്ന് പ്രൊഡക്ട്സ് ആണ്, അപ്പോൾ നെഗറ്റീവ് കൊടുക്കണ്ട. 2 ഉണ്ട്, അതുകൊണ്ട് 1/2 കൊടുക്കണം. ഡെൽറ്റ DHI ഡിവൈഡഡ് ബൈ DT. സോ ഈ എഴുതിയിട്ടുള്ളതൊക്കെ എന്താണ്? ഇതൊക്കെ ഇൻസ്റ്റന്റീനിയസ് റേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റന്റീനിയസ് റേറ്റ് വെച്ചിട്ടാണ് ഒരു റിയാക്ഷൻ്റെ റേറ്റ് എഴുതാൻ പഠിക്കേണ്ടത്. അപ്പോൾ ജനറലി കാര്യങ്ങളെല്ലാം ഞാൻ പഠിപ്പിച്ചു. ഈ രണ്ട് ഇക്വേഷൻ്റെ പഠിച്ചാൽ നിങ്ങൾക്ക് ഏത് ഇക്വേഷൻ തന്നു കഴിഞ്ഞാലും അതിൻ്റെ റേറ്റിൻ്റെ ഇക്വേഷൻ എഴുതാൻ പറ്റും. ഇവിടെ നമ്മൾ കൊടുക്കുന്നത് എന്താ? ഇത് കോൺസെൻട്രേഷൻ ഓഫ് N2O5. ആ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് എത്ര അത് കോൺസെൻട്രേഷൻ ഉണ്ട്, എത്ര അളവുണ്ട്, എത്ര കോൺസെൻട്രേഷൻ ആണ്, അത് 1 മോളാർ ആണ്, 1 മോളാലാണ് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യും പറയാറുണ്ട്. നമ്മൾ കോൺസെൻട്രേഷൻ പറയാം, ഒന്നുകിൽ മോളാർ എന്ന് പറഞ്ഞ യൂണിറ്റിൽ പറയും, അല്ലെങ്കിൽ മോളാൽ എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റിൽ പറയും. മോളാർ എന്ന് പറഞ്ഞ യൂണിറ്റിലാണെങ്കിൽ ക്യാപിറ്റൽ M വെച്ച് സൂചിപ്പിക്കും, മോളാൽ ആണെങ്കിൽ സ്മോൾ m വെച്ച് സൂചിപ്പിക്കും. സോ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക, പഠിച്ചു വെക്കുക. ഇത് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് ആ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് കവർ ചെയ്യും. അപ്പോൾ നിങ്ങൾ അറിയേണ്ട ടോപ്പിക്ക് ഞാൻ കൃത്യമായി ഒരു ഐഡിയയിൽ കൂടെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്ന അതേ രീതിയിൽ നിങ്ങൾ ഫ്ലോ തന്നെ വരിക. കൂടുതൽ കാര്യങ്ങൾ അത് ഡീപ്പായിട്ട് പറയുമ്പോൾ അത് മനസ്സിലാവണമെങ്കിൽ ബേസിക് കൃത്യമായിട്ട് അറിയണം. സോ ഈ ഒരു ഏരിയ ക്ലിയർ ആയിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഈ രണ്ട് ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതിയെടുത്ത് പഠിക്കണം. നെക്സ്റ്റ് പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണിത്. എക്സാമിന് ചോദിക്കാറുണ്ട് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഒരു റിയാക്ഷൻ്റെ റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ എഫക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു റിയാക്ഷൻ്റെ റിയാക്റ്റൻസ് പ്രൊഡക്റ്റായി മാറുന്നുണ്ട്. അപ്പോൾ ഇത് പ്രൊഡക്റ്റായി മാറണം എന്നുണ്ടെങ്കിൽ കുറേ തരം പ്രോസസ്സുകളിൽ കടന്നിട്ടാണ് അത് പ്രൊഡക്റ്റായി മാറുക. അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അതിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒന്നെന്ന് പറഞ്ഞാൽ നമുക്കറിയുന്നത് നേച്ചർ ഓഫ് റിയാക്റ്റൻസ്. റിയാക്റ്റൻസ് എങ്ങനെ ഇരിക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നതിൻ്റെ ആ റേറ്റ് തീരുമാനിക്കുക. അടുത്തത് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്. റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ മാറുന്നതിനനുസരിച്ചിട്ട് ആ റിയാക്ഷൻ്റെ റേറ്റ് മാറാം അല്ലെങ്കിൽ എഫക്റ്റ് ചെയ്യാം. കോൺസെൻട്രേഷൻ കൂടിയാൽ റേറ്റ് കൂടുകയോ കുറയോ എന്നുള്ളത് നമ്മൾ അടുത്തത് പഠിക്കും. സോ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് ആ റിയാക്ഷൻ്റെ റേറ്റ് കൂടാം അല്ലെങ്കിൽ കുറയാം. റിയാക്ഷൻ്റെ റേറ്റ് കൂടുകയാണ് ചെയ്യുക. പ്രഷർ കൂടിക്കഴിഞ്ഞാലും റിയാക്ഷൻ്റെ റേറ്റ് കൂടും. അതായത് ആ റിയാക്ഷൻ കൂടുതൽ എന്തായി മാറും? പ്രൊഡക്റ്റായി മാറും. കൂടുതൽ പ്രൊഡക്റ്റ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ പ്രൊഡക്റ്റ് കിട്ടിയാൽ അതെന്താണ്? റേറ്റ് കൂടുതലാണ്. സോ എഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? റേറ്റ് കൂടുകയാണോ കുറയാണോ ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ ഡീപ്പായിട്ട് അടുത്ത സെക്ഷനുകളിൽ പഠിക്കും. ഈ പാഠത്തിൽ തന്നെ പഠിക്കാനുണ്ട്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ 5 ടോപ്പിക്ക് നിങ്ങൾ കാണാതെ പഠിക്കണം. ഏതൊക്കെ ഫാക്ടേഴ്സാണ് ഒരു റിയാക്ഷൻ്റെ റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് പഠിച്ചെടുക്കണം. സോ ഫാക്ടേഴ്സ് എഫക്റ്റ് റേറ്റ് ഓഫ് റിയാക്ഷൻ, ഈ 5 ടോപ്പിക്കും പഠിക്കുക. ഇതിന് ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഡിപ്പെൻഡ്സ് ഓഫ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ ആൻഡ് കോൺസെൻട്രേഷൻ. അതായത് നമ്മൾ ഈ പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ് ഉണ്ടല്ലോ, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് എങ്ങനെയാണ് ഒരു റിയാക്ഷൻ്റെ റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി നോക്കാൻ പോകുന്നത്. അതായത് ഈ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഈ ഒരു 5 പോയിന്റ് പഠിച്ചതിന് ശേഷം നമുക്ക് പഠിക്കാനുള്ളത് ഒരു റിയാക്ഷൻ്റെ റേറ്റ് ഉണ്ടല്ലോ, ആ റേറ്റ് കോൺസെൻട്രേഷൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയൊക്കെയാണ് മാറാന്ന്. അതായത് റിയാക്റ്റൻസ് പ്രൊഡക്റ്റായി മാറലാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ ഈ ഒരു റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ, ഇവൻ്റെ അളവ്, ഇവന് 2 മോളാൽ എടുത്തു ഞാൻ കൂട്ടിയിട്ട് 3 മോളാൽ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ 3 മോളാർ എടുത്തു കഴിഞ്ഞാൽ ഇവൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ ഈ മോളാർ അല്ലെങ്കിൽ മോളാൽ എന്നൊക്കെ പറയുന്നത് ഒരു റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷനെയാണ്. സോ ഈ കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് റിയാക്ഷൻ്റെ റേറ്റ് കൂടുകയോ കുറയോ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് നോക്കാനുള്ളത്. It is found experimentally that the rate of reaction is directly proportional to the concentration of reaction. അതായത് പറയുന്നത് എക്സ്പെരിമെൻ്റലി നമ്മൾ കണ്ടുപിടിക്കുക. എക്സ്പെരിമെൻ്റലി നമ്മൾ റിയാക്ഷൻ നടത്തിയിട്ടാണ് കണ്ടുപിടിക്കുക. അന്ന് കണ്ടുപിടിച്ച എന്താണ്? ഒരു റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്
അത് പ്രൊപ്പോർഷണൽ കോൺസെൻട്രേഷനോട് പ്രൊപ്പോർഷണലാണ്. റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷനോട് പ്രൊപ്പോർഷണലാണ് ഒരു റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. ഒരു റിയാക്റ്റൻസ് പ്രൊഡക്റ്റായി മാറുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? റിയാക്ഷൻ്റെ റേറ്റും ഇൻക്രീസ് ആവും. അതാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ മീനിങ് എന്താണ്? റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്താൽ റേറ്റ് ഇൻക്രീസ് ആവും. ഈ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇത് വെച്ച് ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ അടുത്ത സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതുവരെയുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി എടുക്കുക. ജനറലി ഒരു റിയാക്ഷനെ കുറിച്ച് ഞാൻ പറയാം. ഒരു എ എന്ന് പറഞ്ഞ റിയാക്റ്റൻറ്റ് ബി എന്ന് പറഞ്ഞ റിയാക്റ്റൻറ്റിനോട് കൂടി ചേർന്നിട്ട് സി ആൻഡ് ഡി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റുകൾ ഉണ്ടാവുന്നുണ്ട്. ഇവർ അളവ് എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്നത് സ്മോൾ എ മോൾ ഉണ്ട്, ബി എന്ന് പറഞ്ഞാൽ സ്മോൾ ബി ഉണ്ട്, സി എന്ന് പറഞ്ഞാൽ സ്മോൾ സി ആണ് പ്രൊഡക്റ്റായി വന്നപ്പോൾ ഡി വന്നപ്പോൾ സ്മോൾ ഡി പ്രൊഡക്റ്റ്. അതായത് അത്ര അളവുണ്ട്, എത്ര മോൾ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അതായത് നമ്മളിപ്പോൾ ഒരു റിയാക്ഷൻ പറയുന്ന സമയത്ത് 2N2O5 എന്താ അതിന് മീനിങ്? 2 മോൾ ഓഫ് N2O5 ഉണ്ടെന്ന്. അതേപോലെ എ മോൾ ഓഫ് എ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അവിടെ. അപ്പോൾ ഒരു ജനറൽ ഇക്വേഷനാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ജനറൽ ഇക്വേഷൻ്റെ റേറ്റിൻ്റെ ഇക്വേഷൻ ഞാൻ എഴുതാണ്. അതായത് റേറ്റ് ഓഫ് റിയാക്ഷൻ, ഒരു റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണെന്ന് ഞാനിവിടെ പഠിച്ചു അല്ലേ? ഒരു റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണെന്ന് പറഞ്ഞു. സോ അത് വെച്ചിട്ട് ഞാൻ ഇക്വേഷൻ എഴുതാണ്. റേറ്റ് ഓഫ് റിയാക്ഷൻ, റേറ്റ് ഈക്വൽ ടു ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ്. ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ്, രണ്ട് റിയാക്റ്റൻ്റ് ഉണ്ട്. ഏതൊക്കെയാണ്? കോൺസെൻട്രേഷൻ ഓഫ് എ ഉണ്ട്, പിന്നെ കോൺസെൻട്രേഷൻ ഓഫ് ബി ഉണ്ട്. സോ ഇതിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. ഇതാണ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ റിലേഷനാണ്. ഇവിടെ നമ്മൾ എ ബി എന്നുള്ള ഇവിടെ കൊടുക്കണം. അതായത് ഇക്വേഷൻ എഴുതുന്ന സമയത്ത് ഇവിടെ എക്സ് ഇവിടെ വൈ ഇടും. ഇതാണ് റിയാക്ഷൻ. ഈ എക്സ് വൈ എന്ന് പറയുന്നത്, ഇവിടെ പറഞ്ഞ എക്സ് വൈ എന്ന് പറയുന്നത് എ അല്ലെങ്കിൽ ഓർ ബി ആവാം. എ ആൻഡ് എൻ്റെ വാല്യൂവിനോടും ബീൻ്റെ വാല്യൂവിനോട് ഈക്വൽ ആവാം, അല്ലെങ്കിൽ ആവാതിരിക്കാം. മേ ഓർ മേ നോട്ട് ബി ഈക്വൽ ടു എ ആൻഡ് ബി. അതായത് ഈ എക്സ് വൈ എന്ന് പറയുന്നത് ചിലപ്പോൾ എ ആവാം, അല്ലെങ്കിൽ ബി ആവാം. അപ്പോൾ റേറ്റ് ഇക്വേഷൻ എഴുതിയത് നോക്കുക. റേറ്റ് ഇക്വേഷൻ ഞാൻ എങ്ങനെ എഴുതിയത്? റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, ഇതിന് പറഞ്ഞ പേരാണ് റേറ്റ് ഇക്വേഷൻ ആക്കി എഴുതി തരാം ഞാനിത്. കാര്യം മനസ്സിലാക്കുക. റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്. സോ ഇവൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എ എന്ന് പറഞ്ഞോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ് എഴുതി, ബി എന്ന് പറഞ്ഞോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ് എഴുതി. ഇവൻ്റെ പവറിൽ ഇവൻ എത്ര മോൾ ഉണ്ട് എന്ന് കൊടുക്കണം. സോ ഇവിടെ എ എന്ന് പറഞ്ഞാൽ എക്സ് എമൗണ്ട് ഉണ്ട്. ഈ എക്സ് എന്ന് പറഞ്ഞാൽ എനോട് ഈക്വൽ ആവാം. ചിലപ്പോൾ എ ആവാം, അല്ലെങ്കിൽ എനോട് കുറഞ്ഞ വാല്യൂ ആവാം. ഇനിയോ വൈ എന്ന് പറഞ്ഞാൽ ബിനോട് ഈക്വൽ ആവാം, അല്ലെങ്കിൽ എ ആവാതിരിക്കാം. സോ ഈ രീതിയിലാണ് നമ്മൾ റിയാക്ഷൻ്റെ റേറ്റ് എന്ന് എഴുതുന്നത്. ഇക്വേഷൻ ആക്കി എഴുതണം. അതിന് ഞാൻ എന്ത് ചെയ്യണം? ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റണം. സോ റേറ്റ് ഈക്വൽ ടു പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഒരു കോൺസ്റ്റൻറ്റ് ഞാൻ കൊടുക്കണം. കോൺസ്റ്റൻറ്റ് കൊടുത്തു. കോൺസെൻട്രേഷൻ ഓഫ് എ റൈസ് ടു എക്സ്, കോൺസെൻട്രേഷൻ ഓഫ് ബി റൈസ് ടു വൈ. സോ ഇതാണ് റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഒരു റിയാക്ഷൻ്റെ റേറ്റ് ഇക്വേഷനാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. ഈ എക്സ് വൈ എന്ന് പറഞ്ഞതാ മേ ഓർ മേ നോട്ട് ബി ഈക്വൽ ടു എ ആൻഡ് ബി. എയോ ബിയോ ആവാം, അല്ലെങ്കിൽ അതിനോട് തൊട്ടടുത്തുള്ള വാല്യൂ ആവാം. സോ ഇതാണ് റേറ്റ് ഇക്വേഷൻ. അപ്പോൾ ഞാനിവിടെ ആ ജനറൽ പറഞ്ഞിട്ടുള്ള കേസ് ഇവിടെ പറഞ്ഞിട്ടുള്ള ജനറൽ ഇക്വേഷൻ ഞാൻ ഇവിടെ കൊടുത്തു. ആ ഇക്വേഷനിലുള്ള എ ബി എ സി ഡി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മോൾ അളവ് എത്രയാണെന്നുള്ളതാണ്. എ ബി എന്ന് പറഞ്ഞാൽ റിയാക്റ്റൻസ് ആണ്, സി ഡി എന്ന് പറഞ്ഞാൽ പ്രൊഡക്ട്സ് ആണ്. സോ അതിൻ്റെ റേറ്റ് ഇക്വേഷൻ എങ്ങനെയാണ് എഴുതുക? റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എ റൈസ് ടു എക്സ് ബി റൈസ് ടു വൈ. അത് ഞാൻ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് ഞാൻ ഈക്വൽ ടു എഴുതി. ഈക്വൽ ടു ഇട്ട് എന്ത് വരും? ഈക്വൽ ടു ഇട്ട് അവിടെ ഒരു കോൺസ്റ്റൻറ്റ് കെ കൊടുക്കണം. അതിനിവിടെ എ റൈസ് ടു എക്സ് ഉണ്ട്, ബി റൈസ് ടു വൈ ഉണ്ട്. ഇവിടെ എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് വൈ മേ ഓർ മേ നോട്ട് ബി ഈക്വൽ ടു എ ആൻഡ് ബി. ഇത് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എനോടോ ബിനോടോ ഈക്വൽ ആവാം. അതായത് ഈ എ എന്ന് പറഞ്ഞ അളവിനോടോ ബി എന്ന് പറഞ്ഞ മോളാറിനോടോ മോളാൽ അളവിനോടോ ഈക്വൽ ആവാം, അല്ലെങ്കിൽ ആവാതിരിക്കാം. സോ ആ രീതിയിലാണ് റേറ്റ് ഇക്വേഷൻ പറയുന്നത്. ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇക്വേഷൻ, ദിസ് എക്സ്പ്രഷൻ ഈസ് നോൺ ആസ് റേറ്റ് ലോ ഓർ റേറ്റ് ഇക്വേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസാണ്. അതാണ് ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. സോ ഇതൊരു റേറ്റ് ലോ ആണ്, റേറ്റ് ഇക്വേഷൻ ആണ്. ഇവിടെ പറയുന്ന ഈ ഒരു കേക്ക് പറയുന്ന പേരാണ് റേറ്റ് കോൺസ്റ്റൻറ്റ്. സോ അതും കൂടെ ഓർത്ത് വെക്കുക. റേറ്റ് കോൺസ്റ്റൻറ്റ്, കെ എന്ന് പറഞ്ഞാൽ റേറ്റ് കോൺസ്റ്റൻ്റ് ആണ്. ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് റേറ്റ് ഇക്വേഷൻ എന്നാണ്, അല്ലെങ്കിൽ റേറ്റ് ലോ എന്ന് പറയാം.
സോ ഒരു റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അതിലുള്ള റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷനോട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ് എന്ന് പറയുന്നതാണ് എന്ത് റേറ്റ് ലോ. ഇത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഇക്വേഷൻ എഴുതിയതാണ് റേറ്റ് ഇക്വേഷൻ. ഈ കെ ആണ് എന്ത് റേറ്റ് കോൺസ്റ്റൻറ്റ്. സോ ഈ രീതിയിൽ ഇത് മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഈ ചാപ്റ്റർ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. ഇത്രയും ഡീപ്പായിട്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇത് ശരിക്കും പറയുമ്പോൾ അല്ലെങ്കിൽ അറിഞ്ഞെടുക്കാൻ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഏരിയ തന്നെയാണ്. കുറേ കുട്ടികൾ ബുദ്ധിമുട്ട് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് ക്ലിയർ ആയിട്ട് എല്ലാതും A to Z ക്ലിയർ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഒരു റിയാക്ഷൻ്റെ റേറ്റ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു. ഈ ഒരു റിയാക്ഷൻ്റെ റേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് എഴുതും? ഈ ഒരു ഇക്വേഷൻ എഴുതും. അത് ഇക്വേഷൻ എഴുതിയാൽ തന്നെ ആ റിയാക്ഷൻ്റെ റേറ്റ് എന്നുള്ള കേസ് നമുക്ക് മനസ്സിലായി. വേറൊന്നും അവിടെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. സോ അടുത്ത ടോപ്പിക്ക് അതേപോലെ തന്നെ ഒരു റിയാക്ഷൻ്റെ റേറ്റ് പറഞ്ഞ പോലെ, റേറ്റ് ഓഫ് എ റിയാക്ഷൻ പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു കാര്യമാണ് ഓർഡർ ഓഫ് റിയാക്ഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇമ്പോർട്ടൻ്റ് സൈൻ മാർക്ക് ചെയ്യുന്ന രീതിയാണ് അവിടെ ഉള്ളത്. ഇനി ഇമ്പോർട്ടൻ്റ് എവിടെ ഉണ്ടോ ഞാൻ അവിടെ ഈ ഒരു സൈൻ ഇടും. സോ ഓർഡർ ഓഫ് റിയാക്ഷൻ്റെ ഓർഡർ എന്താണെന്നുള്ളത് നമുക്കറിയണം. ഓർഡർ ഈസ് ദി സം ഓഫ് പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ടേംസ് ഓഫ് ദി റിയാക്റ്റൻറ്റ് ഇൻ ദി റേറ്റ് ലോ. നമ്മൾ റേറ്റ് ലോ പഠിച്ചില്ലേ? റേറ്റ് ലോ എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണ് റേറ്റ് ലോ. R ഈസ് ഈക്വൽ ടു K ഇൻറ്റു A⁻X B⁻Y. ഈ ഒരു ജനറൽ റിയാക്ഷൻ്റെ റേറ്റ് ലോൻ്റെ ഇക്വേഷനാണിത്. ഈ റേറ്റ് ലോൻ്റെ ഇക്വേഷനിലുള്ള പവർ കോൺസെൻട്രേഷൻ ടേമിൻ്റെ പവർ ഉണ്ടല്ലോ, ഇതാണ് ഇതിന് ഈ മേലെ ഇരിക്കുന്ന ആൾക്കാരെ പവർ എന്ന് പറയാം. നമ്മളിപ്പോൾ 2⁻3 എന്ന് പറഞ്ഞാൽ ഈ 3 ആണ് ഈ 2ൻ്റെ പവർ. സോ അപ്പോൾ ഈ കോൺസെൻട്രേഷൻ ടേമിൻ്റെ പവറാണ് X, ഈ കോൺസെൻട്രേഷൻ ടേമിൻ്റെ പവറാണ് ഈ Y. അപ്പോൾ ഒരു റിയാക്ഷൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ഇക്വേഷൻ്റെ അല്ലെങ്കിൽ റേറ്റ് ലോയിലുള്ള കോൺസെൻട്രേഷൻ്റെ പവർ തമ്മിൽ കൂട്ടിയതാണ് എന്തെന്ന് പറയുന്നത് ഓർഡർ എന്ന് പറയുന്നത്. സോ ഓർഡർ ഓഫ് എ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? X + Y. എന്താണ് ഓർഡർ ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുന്നത്? ഈ എക്സും ഇവിടെയുള്ള വൈയും കൂട്ടിക്കഴിഞ്ഞാൽ ഒരു റിയാക്ഷൻ്റെ ഓർഡർ കിട്ടും. അതായത് ഞാനൊരു ഇക്വേഷൻ, ഒരു ജനറൽ ഇക്വേഷൻ എഴുതാമെന്ന് വിചാരിക്കുക. H2 + I2 gives 2HI. സോ ഇവൻ്റെ നമ്മൾ റേറ്റ് ഇക്വേഷൻ നമ്മൾ എങ്ങനെ എഴുതുക? ഇതിൻ്റെ റേറ്റ് ഇക്വേഷൻ നമ്മൾ എഴുതുന്ന സമയത്ത് റേറ്റ് ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് H2 അല്ലേ, K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2 കോൺസെൻട്രേഷൻ ഓഫ് I2. സോ ഇവൻ്റെ ഒപ്പമുള്ള വാല്യൂ ഒക്കെ 1 ആണ്. സോ ഇവിടെ എന്താ വരിക? 1 ആണ് വന്നിട്ടുള്ളതെന്ന് വിചാരിക്കാം. ഓക്കെ ആണോ? ഇവൻ്റെ ഇവിടെയുള്ള വാല്യൂ 1, അവിടെ 1H2 ആണെന്നല്ലോ, ഒന്നുമില്ലെങ്കിൽ 1H2 എന്നാണല്ലോ. സോ ഇവിടുത്തെ പവറിൻ്റെ വാല്യൂ 1, ഇവൻ്റെ പവറിൻ്റെ വാല്യൂ 1 ആണെന്ന് വിചാരിക്കും. ഇവൻ്റെ ഓർഡർ എന്താ വരിക? അപ്പോൾ ഈ ഒരു റിയാക്ഷൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഓർഡർ ഈക്വൽ ടു 1 + 1 എന്ന് വരും, ഈക്വൽ ടു 2. സോ അവൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ്റെ ഓർഡർ എത്രയാണ്? 2. അപ്പോൾ റിയാക്ഷൻ ഓർഡർ കണ്ടുപിടിക്കാൻ മനസ്സിലായില്ലേ? ഇത് ചിലപ്പോൾ 2 ആവാതിരിക്കാം. കാരണം എന്താ? നമ്മൾ പറഞ്ഞു ഈ ചിലപ്പോൾ ഈ ഒരു വാല്യൂ 1 ആവണം എന്നില്ല. ഈ ഒരു വാല്യൂ ഒരിക്കലും 1 ആവണം എന്ന് നിയമമൊന്നുമില്ല. മേ നോട്ട് ബി ഈക്വൽ ടു ഇവിടുത്തെ വാല്യൂ എന്നാണ്. സോ ഇവിടുത്തെ വാല്യൂ ചിലപ്പോൾ പകുതി ആണെങ്കിൽ അതിനനുസരിച്ച് കുറയും. അപ്പോൾ ഇവിടെ 1 ആണെങ്കിൽ ഇതും 1 ആണെങ്കിൽ ഇവൻ്റെ ഈ റിയാക്ഷൻ ഓർഡർ എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ ഇതൊരു ഓർഡർ 2 ആയിട്ടുള്ള ഒരു റിയാക്ഷനാണ്. സോ ഈ രീതിയിലാണ് ഇതിനെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതും. ഈ രീതിയിൽ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു കാര്യം ക്ലിയർ ആവാത്തത് ഉണ്ടാവില്ല. കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഇക്വേഷൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു, അതെങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഈ രീതിയിൽ പഠിക്കുക. നിങ്ങൾ പല റിയാക്ഷൻസ് എടുത്ത് നോക്കി അതിൻ്റെ ഓർഡർ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഒരു റിയാക്ഷൻ്റെ റേറ്റ് എന്താണെന്ന് പറഞ്ഞു, ഒരു റിയാക്ഷൻ്റെ ഓർഡർ എന്താണെന്ന് പറഞ്ഞു, ആ ഓർഡർ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. ഒരു റിയാക്ഷൻ്റെ ഓർഡർ എഴുതണം എന്നുണ്ടെങ്കിൽ ആ റിയാക്ഷൻ്റെ റേറ്റ് ഇക്വേഷൻ എഴുതിയതിന് ശേഷം അതിൻ്റെ മേലുള്ള 2 പവറുകൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ ആ റിയാക്ഷൻ്റെ ഓർഡർ കിട്ടും എന്നുള്ള കേസ് ക്ലിയർ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് പറയുന്നത്. അതായത് ഒരു റിയാക്ഷൻ്റെ ഓർഡർ പറഞ്ഞ പോലെ തന്നെ നെക്സ്റ്റ് പറയാനാണ് മോളിക്യുലാരിറ്റി ഓഫ് എ റിയാക്ഷൻ. ഒരു റിയാക്ഷൻ്റെ മോളിക്യുലാരിറ്റി എത്രയാണ്? ഒരു റിയാക്ഷൻ്റെ റേറ്റ് എന്താണെന്ന് പഠിപ്പിച്ചു ഞാൻ, ഒരു റിയാക്ഷൻ്റെ ഓർഡർ എന്താണെന്ന് പഠിപ്പിച്ചു, ഒരു റിയാക്ഷൻ്റെ മോളിക്യുലാരിറ്റി എന്താണെന്നുള്ളത് പഠിക്കണം. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പെട്ടെന്ന് തന്നെ വളരെ ഡീപ്പായിട്ട് കാര്യങ്ങൾ ഞാൻ പറയും. മോളിക്യുലാരിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ടോട്ടൽ നമ്പർ ഓഫ് റിയാക്ടിങ് സ്പീഷീസ് കൊളൈഡ് സൈമൾട്ടേനിയസ്ലി ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അതിൽ എത്ര റിയാക്ടിങ് സ്പീഷീസ് കൊളൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിൽ എത്ര റിയാക്ടിങ് സ്പീഷീസ് ഉണ്ട് എന്നുള്ളതിൻ്റെ എണ്ണത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എന്നുള്ളതിൻ്റെ നമ്പറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മോളിക്യുലാരിറ്റി എന്ന് പറയുന്നത്. ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അതിൽ 2 റിയാക്ടൻ 2A + 1B റിയാക്ട് ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെ മോളിക്യുലാരിറ്റി എന്ന് പറഞ്ഞാൽ 2 ആൾക്കാർ 3 ആൾക്കാരായിട്ട് കൂടി 2 + 1 മോളിക്യുലാരിറ്റി എന്ന് പറഞ്ഞാൽ 3 ആണ്. സോ ഇങ്ങനെയാണ് അവൻ്റെ എണ്ണം, എത്ര റിയാക്ടിങ് സ്പീഷീസ് ഉണ്ട്, റിയാക്റ്റൻ്റ് എത്ര പേരുണ്ട്, അതിൻ്റെ എണ്ണത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മോളിക്യുലാരിറ്റി എന്ന് പറയുന്നത്.
നമ്മൾ റിയാക്ഷൻ്റെ മോളിക്കുലാരിറ്റി 1 ആയിട്ടുള്ള ഒരു റിയാക്ഷൻ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മോളിക്കുലാരിറ്റി 1 ആയിട്ടുള്ള റിയാക്റ്റൻറ്റിൻ്റെ എക്സാമ്പിൾ. സോ ഇവിടെ എന്താണ് NH4NO2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോളിക്യൂള് ഇങ്ങനെ 2 പ്രൊഡക്റ്റായി മാറുന്നുണ്ട്. അപ്പോൾ ഇവൻ്റെ മോളിക്കുലാരിറ്റി എത്ര? ഇവന് ഒന്നേ ഉള്ളൂ. ഇവന് ഒറ്റൊരു കോമ്പൗണ്ടാണ്, ഒറ്റൊരു മോളിക്യൂളാണ്. സോ ഇവന് എത്രയാണ് മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത്? 1. മോളിക്കുലാരിറ്റി ഈസ് ഈക്വൽ ടു 1 എന്ന് എഴുതാൻ പറ്റും. സോ മോളിക്കുലാരിറ്റി ഓഫ് റിയാക്ഷൻ 1. അപ്പോൾ ഈ റിയാക്ഷൻ്റെ മോളിക്കുലാരിറ്റി 1 ആണ്. എന്താ ഇവൻ്റെ റിയാക്ടിങ് സ്പീഷീസ് ഒരാൾ മാത്രം റിയാക്ഷനിലൂടെ പങ്കെടുക്കുന്നുള്ളൂ, റിയാക്റ്റൻ്റ് ആയി മാറുന്നുള്ളൂ, റിയാക്റ്റൻ്റ് ആയിട്ട് ഇവിടെ ഉള്ളൂ, അതുകൊണ്ട് മോളിക്കുലാരിറ്റി 1 ആണ്. അടുത്ത മോളിക്കുലാരിറ്റി 2 ആയിട്ടുള്ള ഒരു റിയാക്റ്റൻ്റ് എക്സാമ്പിൾ. സിമ്പിളാണ് ഈ കേസ്. ഇവിടെ എന്താണ് 2 HiH2I2 ആയി മാറുന്നുണ്ട്. സോ ഇവിടെ എത്ര റിയാക്ടിങ് സ്പീഷീസ് ഉണ്ട്? 2 HI ഉണ്ട്. ഇവിടെ ശരിക്കും ഒരു NH4NO2 ഉള്ളൂ, അതുകൊണ്ടാണ് മോളിക്കുലാരിറ്റി 1 ആയത്. ഇവിടെയോ 2 HI. ഇവിടെ ഈ 4ഓ ഈ 2ഓ നോക്കിയിട്ട് എന്ത് ചെയ്യേണ്ട, മോളിക്കുലാരിറ്റി പറയണ്ട. ഇവിടെ എത്ര റിയാക്ടിങ് സ്പീഷീസ്, അതാണ് ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ HI എന്ന് പറഞ്ഞ ഒരു സ്പീഷീസ് ഉണ്ട്, HI എന്ന് പറഞ്ഞാൽ 2 സ്പീഷീസ്, അങ്ങനെ 2 HI ഉണ്ടായതുകൊണ്ട് ഇവൻ്റെ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. സോ നമ്പർ ഓഫ് റിയാക്ടിങ് സ്പീഷീസ് എന്ന് പറയുന്നതാണ് മോളിക്കുലാരിറ്റി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓർഡർ എന്താണെന്നുള്ളതും മോളിക്കുലാരിറ്റി എന്താണെന്നുള്ളതും അതിൻ്റെ ഡിഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി. ഈ ടേബിൾ പഠിച്ചാൽ മതി. ഇതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഒരു റിയാക്ഷൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എന്താണെന്നുള്ള ഇവിടെ ഉണ്ട്, ഒരു റിയാക്ഷൻ്റെ മോളിക്കുലാരിറ്റി എന്താണെന്ന് ഇവിടെ ഉണ്ട്. അതിന് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. വളരെ പെട്ടെന്ന് ഞാൻ പറയാം. ഇറ്റ് ഈസ് ദി സം ഓഫ് ദി പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ടേംസ് ഇൻ റേറ്റ് ഇക്വേഷൻ അല്ലെങ്കിൽ ലോ എക്സ്പ്രഷൻ. അതായത് റേറ്റ് ഇക്വേഷൻ പറഞ്ഞപ്പോൾ ആ റേറ്റ് ഇക്വേഷനിലുള്ള കോൺസെൻട്രേഷൻ്റെ പവർ കൂട്ടിയാൽ എന്ത് കിട്ടുക? ഓർഡർ കിട്ടുക. മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ നമ്പർ ഓഫ് റിയാക്ടിങ് സ്പീഷീസ്. അതിൽ എത്ര റിയാക്ടിങ് സ്പീഷീസ് ഉണ്ട്, അതാണ് മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത്. അടുത്തത് എന്താ പറയുന്നത്? അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് കഴിഞ്ഞു. രണ്ടാമത്തത് ഇറ്റ് ഈസ് എൻ എക്സ്പെരിമെൻ്റൽ ക്വാണ്ടിറ്റി. അതായത് ഓർഡർ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് വേണം കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇത് എക്സ്പെരിമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ തിയററ്റിക്കൽ ക്വാണ്ടിറ്റി. അതായത് നമ്മൾ എത്ര റിയാക്റ്റൻ്റ് എടുക്കുന്നുണ്ട്, ആ നമ്മൾ തിയററ്റിക്കലി എടുക്കുന്നതാണ് മോളിക്കുലാരിറ്റി. നമുക്കിവിടെ ഇപ്പോൾ ഈ ഒരു റിയാക്റ്റിന് എത്ര വേണം നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ തിയററ്റിക്കൽ എത്ര എടുക്കുന്നു, അതാണ് അതിൻ്റെ മോളിക്കുലാരിറ്റി. അപ്പോൾ മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ തിയററ്റിക്കൽ ക്വാണ്ടിറ്റിയാണ്, ഓർഡർ എന്ന് പറഞ്ഞാൽ എക്സ്പെരിമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. സിമ്പിളായിട്ട് പഠിക്കാം, ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അടുത്ത പോയിന്റ്, ഇറ്റ് ക്യാൻ ബി 0 ഓർ ഫ്രാക്ഷണൽ. അതായത് ഓർഡർ എന്ന് പറയുന്നത് 0 ആവാം, അല്ലെങ്കിൽ ഫ്രാക്ഷണൽ 1/2, 3/2, 0.5 ഒക്കെ ഫ്രാക്ഷണൽ ഒക്കെ വരാം, ഓർഡറിൽ വരാം. ഒരു റിയാക്ഷൻ്റെ ഓർഡർ എത്രയെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ 0 ഉണ്ടാവും, അല്ലെങ്കിൽ 0.5 ഉണ്ടാവും. അങ്ങനത്തെ ഫ്രാക്ഷൻ വാല്യൂസ് ഒക്കെ ഓർഡറിൽ പോസിബിൾ ആണ്. അപ്പോൾ ഒരു റിയാക്ഷൻ ഓർഡർ ചോദിച്ചാൽ 0 വാല്യൂസും ഫ്രാക്ഷണൽ നമ്പേഴ്സും 1, 2, 3 എല്ലാ നമ്പേഴ്സും ഒക്കെ ഓർഡറിൽ ആവും. ഇറ്റ് ക്യാൻ ബി ആവാൻ പറ്റും. പക്ഷേ ഇറ്റ് കനോട്ട് ബി 0 ഓർ ഫ്രാക്ഷണൽ. ഒരു റിയാക്ഷന് മോളിക്കുലാരിറ്റി ചോദിച്ചാൽ മോളിക്കുലാരിറ്റി 0 വരില്ല. അതേപോലെ 0.5 ഫ്രാക്ഷണൽ നമ്പേഴ്സോ 1/2 ഒന്നും എന്ത് വരില്ല, മോളിക്കുലാരിറ്റി ആയിട്ട് വരില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ലാസ്റ്റ് പോയിന്റ് ആണ്, ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു ബോത്ത് എലമെൻ്ററി ആൻഡ് കോംപ്ലക്സ് റിയാക്ഷൻസ്. അതായത് ഓർഡർ എന്ന് പറഞ്ഞാൽ അപ്ലിക്കബിൾ ആണ്. ഇത് എലമെൻ്ററി ആയിട്ട് ഓരോ എലമെൻറ്റ്സ് നടക്കുന്ന റിയാക്ഷനിലും അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള മോളിക്യൂൾസ് നടക്കുന്ന റിയാക്ഷനിലൊക്കെ ഇത് അപ്ലിക്കബിൾ ആണ്. പക്ഷേ ഇറ്റ് അപ്ലിക്കബിൾ ഓൺലി അറ്റ് എലമെൻ്ററി റിയാക്ഷൻ. ഈ മോളിക്കുലാരിറ്റി എലമെൻ്ററി റിയാക്ഷനിൽ മാത്രമേ എന്തേ ഉള്ളൂ, എലമെൻറ്റ്സ് ഫോം ചെയ്യുന്നതിന് മാത്രമേ എന്ത് നടക്കുള്ളൂ, മോളിക്കുലാരിറ്റി അപ്ലിക്കബിൾ ഉള്ളൂ, മോളിക്കുലാരിറ്റി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഓർഡർ എന്ന് പറയുന്നത് കോംപ്ലക്സ് റിയാക്ഷൻ ആയിക്കോട്ടെ എലമെൻ്ററി റിയാക്ഷൻ ആയിക്കോട്ടെ രണ്ടിലും നമുക്ക് ഓർഡർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ കാര്യം ക്ലിയർ ആയിട്ട് പഠിക്കുക. ഇവിടെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് അത് മനസ്സിലാക്കി ക്ലിയർ ആയി പഠിച്ചാൽ നമുക്ക് ഒരു 4-5 പ്രാവശ്യം വായിച്ചാൽ തന്നെ എക്സാമിന് കൂളായിട്ട് എഴുതാൻ പറ്റും. ഇമ്പോർട്ടൻ്റ് ഏരിയയാണ്. ഓർഡറിനെ കുറിച്ച് എഴുതി ചോദിച്ചാൽ നമുക്ക് ഈ കാര്യങ്ങൾ എഴുതാം. ഇനി മോളിക്കുലാരിറ്റി മാത്രം ചോദിച്ചാൽ ഈ കാര്യങ്ങൾ എഴുതാം. ഇതിന് ഡിഫറൻസ് ചോദിച്ചാൽ ഇത് രണ്ടും എഴുതി കഴിഞ്ഞാൽ ആ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആയി. 3-4 മാർക്കിനോ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്, അല്ലെങ്കിൽ 3 മാർക്കിന് എന്തായാലും ചോദിക്കാം. സോ കൃത്യമായിട്ട് ഇമ്പോർട്ടൻറ്റ് മാർക്ക് ചെയ്തിട്ട് തന്നെ പഠിക്കുക. ഞാൻ ഓർഡറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതായത് ഒരു റിയാക്ഷൻ നടക്കുന്നുണ്ട്, റിയാക്റ്റൻസ് A and B കൂടി ചേർന്നിട്ട് CD ആയിട്ടുണ്ട്. ഇതൊരു റിയാക്ഷനാണ്. ഇപ്പോൾ ഈ റിയാക്ഷനിൽ അതിൻ്റെ റേറ്റ് ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ റേറ്റ് ഇക്വേഷൻ ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A കോൺസെൻട്രേഷൻ ഓഫ് B. സോ ഇവൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഇവിടെ രണ്ടാളും 0 ആണെന്ന് വിചാരിക്കുക. കോൺസെൻട്രേഷൻ 0 ആണെങ്കിൽ ആ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നതിൻ്റെ റേറ്റ് എന്താ വരിക, റേറ്റ് ഈസ് ഈക്വൽ ടു ഈ ഒരു ഇക്വേഷൻ വരും. പിന്നെ അതിൻ്റെ ഓർഡർ എന്താ വരിക, ഓർഡർ ഈസ് ഈക്വൽ ടു എന്താ സംഭവിക്കുക, ഓർഡർ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂട്ടിയതാണ്. സോ ഓർഡർ 0 + 0 എന്ന് പറഞ്ഞാൽ ഓർഡർ 0 ആയി. അപ്പോൾ ഇതൊരു 0 ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് ഇക്വേഷൻ ആണ്, അതിൻ്റെ ഓർഡർ 3 ആണ്.
നമുക്ക് റേറ്റ് ഇക്വേഷൻ ഇനി ഓർഡർ 1 ആണെങ്കിൽ റേറ്റ് ഇക്വേഷൻ എന്ന് വരിക, ഓർഡർ 1 ആണെങ്കിൽ ഈ കോൺസെൻട്രേഷൻ ടേം ഇവൻ്റെ 1 ആയിരിക്കും, മറ്റൊരു 0 ആയിരിക്കും. അപ്പോൾ ഇവനില്ല, അതാണ് റിയാക്ഷൻ തുടങ്ങുന്ന സമയത്ത് രണ്ടാളുണ്ടാവില്ല, കോൺസെൻട്രേഷൻ 0 ആയിരിക്കും. ആ കൺസെപ്റ്റിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. റിയാക്ഷൻ്റെ എ ഞാനത് വേറെ രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. സോ മനസ്സിലാക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ക്ലിയർ ആയിട്ട് ഞാൻ കാര്യങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാണ്. സോ റേറ്റ് ഇക്വേഷൻ ഓർഡർ 1 ആയിട്ടുള്ള ഒരു റിയാക്ഷൻ എടുക്കുകയാണ്. സോ ഇത് ഓർഡർ 1 ആയിട്ടുള്ള റിയാക്ഷനാണ്. എങ്ങനെ ഓർഡർ 1 ആയി? ഇതോ ഈവൻ വാല്യൂ 1 ആണ്. സോ ഈ ഒരു റേറ്റ് ഇക്വേഷൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 1. സോ ഇതൊരു റിയാക്ഷൻ ഓർഡർ 1 ആയിട്ടുള്ള റേറ്റ് ഇക്വേഷൻ്റെ റിയാക്ഷൻ്റെ റേറ്റ് ഇക്വേഷനാണ്, ഇതിൻ്റെ ഓർഡറാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഓർഡർ 0 ആയിട്ടുള്ള റേറ്റ് ഇക്വേഷൻ ഉണ്ടാവും, ഓർഡർ 1 ആയിട്ടുള്ള റേറ്റ് ഇക്വേഷൻ ഉണ്ടാവും. ഇനി ഓർഡർ 2 ആണെങ്കിൽ എങ്ങനെ വരും? റേറ്റ് ഇക്വേഷൻ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ഇതെന്ന് പറഞ്ഞാൽ റേറ്റ് കോൺസ്റ്റൻ്റ് ആണ്. എല്ലാത്തിനും റേറ്റ് കോൺസ്റ്റൻ്റ് ഉണ്ടാവും. ഇതിലുള്ള റേറ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കൂല ഇതിലുള്ള റേറ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല ഇതിലുള്ള എല്ലാ ഇക്വേഷൻ്റെയും ഓർഡർ മാറുമ്പോൾ അതിൻ്റെ റേറ്റ് കോൺസ്റ്റൻ്റ് കെയും മാറും. സോ ഈ എ എന്ന് പറയുന്നത് 1, ഇനിയോ ബി എന്ന് പറഞ്ഞ വേറൊരു കോൺസ്റ്റന്റ് ടേം ഉണ്ട്. സോ 1. അപ്പോൾ ഇവൻ്റെ ഓർഡർ എന്താ വരിക? ഓർഡർ ഈസ് ഈക്വൽ ടു 2 എന്ന് വരും. ഈ 1 കൂടെ കൂട്ടിയിട്ടായി 2 കിട്ടിയത്. ഈ 1 ആണ് ഇവിടെ നിൽക്കുന്നത്, ഈ 0 ആണ് ഈ നിൽക്കുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ ഓർഡർ കണ്ടുപിടിക്കുക. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു ഇവൻ്റെ ഇത് ഓർഡർ 0 ആയിട്ടുള്ളവൻ്റെ റേറ്റ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കെ എന്ന് പറയുന്നതല്ല ഓർഡർ 1 ആയിട്ടുള്ള ഇക്വേഷനിലുള്ള റേറ്റ് കോൺസ്റ്റൻറ്റ്. ഈ ഓർഡർ മാറുന്നതിനനുസരിച്ചിട്ട് ഈ വാല്യൂ ഓഫ് കെ മാറും. അപ്പോൾ പഠിക്കാനുള്ളൊരു കാര്യമാണ്. അങ്ങനെ ആ ഓർഡർ മാറുന്നതിനനുസരിച്ചിട്ട് കെൻ്റെ വാല്യൂ ചേഞ്ച് ആവുമെങ്കിൽ അതേപോലെ തന്നെയാണ് കെൻ്റെ ഡയമെൻഷനും ചേഞ്ച് ആവും. സോ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തത്. സോ ഈ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തെടുക്കണം, പഠിക്കണം, മനസ്സിലാക്കണം, ക്ലിയർ ആയിട്ട് അറിഞ്ഞു പഠിക്കണം. ഇവിടെ ഓർഡർ മാറിക്കഴിഞ്ഞാൽ കെ മാറും. സോ ഇവിടെ എന്താ സംഭവിക്കുക? ഈ റിയാക്ഷനിലുള്ള കെ മാറിക്കഴിഞ്ഞാൽ ഒരു റിയാക്ഷൻ്റെ ആ ഒരു കെൻ്റെ ഡയമെൻഷനും വേറെ ആയിരിക്കും. അപ്പോൾ ഇവിടെ കൊടുത്തുള്ള 0 ഓർഡർ റിയാക്ഷൻ ഓർഡർ 0 ആയിരിക്കും. അവൻ്റെ യൂണിറ്റ് ഓഫ് കെ അല്ലെങ്കിൽ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ് നമ്മൾ കെ എന്ന് പറയുന്നത്. സോ അവൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് 0 ഓർഡർ ആണെങ്കിൽ മോൾ എൽ ഇൻവേഴ്സ് എസ് ഇൻവേഴ്സ് ആയിരിക്കും. സോ ഇത് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. എൻട്രൻസിനൊക്കെ പല തവണ ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിലോ ഓർഡർ 1 ആണ്, അവൻ്റെ എസ് ഇൻവേഴ്സ് ആയിരിക്കും അവൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ്. സെക്കൻഡ് ഓർഡർ ആണെങ്കിലോ ഓർഡർ 2 ആണ്, റേറ്റ് കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ മോൾ ഇൻവേഴ്സ് എൽ എസ് ഇൻവേഴ്സ്. സോ ഇത് എന്ത് ചെയ്യണം? മാർക്ക് ചെയ്ത് മനസ്സിലാക്കി ക്ലിയർ ആയിട്ട് പഠിക്കണം. ഇനി ഒരു റിയാക്ഷൻ്റെ 0 ഓർഡർ റിയാക്ഷനാണ്. ഒരു റിയാക്ഷൻ 0 ഓർഡർ ആണെങ്കിൽ അവൻ്റെ ആ ഒരു 0 ഓർഡർ റിയാക്ഷൻ്റെ കെൻ്റെ വാല്യൂ എന്താണെന്നുള്ളതാണ്. ഈ ഒരു കെൻ്റെ വാല്യൂ ഓർഡർ മാറുമ്പോൾ മാറും. സോ 0 ഓർഡർ റിയാക്ഷൻ്റെ കെൻ്റെ വാല്യൂ ആയിരിക്കില്ല ഫസ്റ്റ് ഓർഡർ ആകുമ്പോൾ. സോ വാല്യൂ മാറും. അപ്പോൾ കെ എന്ന് പറഞ്ഞാൽ റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണിത്. കോൺസെൻട്രേഷൻ ഓഫ് R0 മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് R ഡിവൈഡ് ബൈ ടി. അതായത് ഒരു റിയാക്റ്റൻറ്റിൻ്റെ വാല്യൂസ് വെച്ചിട്ടാണ് നമ്മൾ റേറ്റ് ഇക്വേഷൻ എഴുതുക. റേറ്റ് ഇക്വേഷൻ ഒരിക്കലും പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ വരില്ല, റിയാക്റ്റൻറ്റിൻ്റെ വരുള്ളൂ. അപ്പോൾ റിയാക്റ്റൻസ് പ്രൊഡക്റ്റായി മാറുമ്പോൾ ഉള്ള റേറ്റ് ഇക്വേഷനാണ് നമ്മൾ എഴുതുക. അപ്പോൾ അതിലുള്ള കെ 0 ഓർഡറുള്ള ഒരു ഓർഡർ 0 ആയിട്ടുള്ള ഒരു റിയാക്ഷൻ്റെ കെൻ്റെ ഇക്വേഷനാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. കെ ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് R0 കോൺസെൻട്രേഷൻ ഓഫ് R ഡിവൈഡ് ബൈ ടി. R എന്ന് പറഞ്ഞാൽ റിയാക്റ്റൻ്റ്, R0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി ഉള്ള കോൺസെൻട്രേഷൻ അറ്റ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ നമ്മൾ R0 എന്ന് പറയാം. ക്യാപിറ്റൽ R ഇത് എന്ന് പറഞ്ഞാൽ ഫൈനൽ കോൺസെൻട്രേഷൻ. സോ ഇത് ഫൈനൽ കോൺസെൻട്രേഷന്, ഇത് ആദ്യത്തെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ പഠിക്കണം. ഇത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണെന്നുള്ള കേസ് എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ഇത് ഫൈനൽ കോൺസെൻട്രേഷൻ എന്നുള്ള മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് ഈ ഒരു ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയി. ഇതേപോലെ തന്നെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ കെൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിക്കണം. ഡെറിവേഷൻ ഉണ്ടായിരുന്നു, പക്ഷേ നിങ്ങൾക്ക് അത് പഠിക്കാനില്ല. നിങ്ങൾ ഇതാണ് ക്ലിയർ ആയിട്ട് പഠിക്കേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആകുമ്പോഴോ കെ മാറൂലേ? കെ മാറും. കെൻ്റെ ഇക്വേഷൻ എന്താ വരിക? 2.303 ബൈ ടി ലോഗ് R0 ബൈ ആർ. ലോഗ് R0 ബൈ ആർ. R0 എന്ന് പറഞ്ഞാൽ എന്താ? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ്. R എന്ന് പറഞ്ഞാൽ ഫൈനൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ്. സോ ഈ രീതിയിൽ കെൻ്റെ ഈ ഒരു ഇക്വേഷനും പഠിക്കണം, കെൻ്റെ ഈ ഒരു ഇക്വേഷനും പഠിക്കണം. ഇത് 0 ഓർഡർ ആകുമ്പോഴുള്ള കെൻ്റെ ഇക്വേഷനാണ്. ഇത് ഓർഡർ 1 ആകുമ്പോഴുള്ള റിയാക്ഷൻ്റെ കെൻ്റെ ഇക്വേഷനാണ്. കെ എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു റിയാക്ഷനെ കുറിച്ചിട്ടുള്ള ഒരു റിയാക്ഷൻ്റെ റേറ്റ് പറഞ്ഞു, ആ റിയാക്ഷൻ്റെ ഓർഡർ പറഞ്ഞു, ആ റിയാക്ഷൻ്റെ മോളിക്കുലാരിറ്റി പറഞ്ഞു, ആ ഓർഡർ 0 ആയിട്ടുള്ള 1 ആയിട്ടുള്ള 2 ആയിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഇക്വേഷൻസ് പറഞ്ഞു. അതിൻ്റെ ആ ഓർഡർ 1 ആയിട്ടുള്ള കെൻ്റെ ഇക്വേഷൻ പറഞ്ഞു, ഓർഡർ 1 ആയിട്ടുള്ള കെൻ്റെ ഇക്വേഷൻ, 0 ആയിട്ടുള്ള കെൻ്റെയും പറഞ്ഞു,
1 ആയിട്ടുള്ള കെൻ്റെ ഇക്വേഷൻ പറഞ്ഞു. 2 ആയിട്ടുള്ള നിങ്ങൾക്ക് പഠിക്കാനില്ല. 0 1 ആവുമ്പോൾ ഓർഡർ 0 1 ആവുമ്പോൾ കെൻ്റെ ഇക്വേഷനാണ് പഠിക്കേണ്ടത്. ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള അടുത്തൊരു നെക്സ്റ്റ് ടോപ്പിക്കാണ് ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ. ഹാഫ് ലൈഫ്, ഒരു റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് എന്താണെന്നുള്ളതാണ്. ഒരു റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ്, അതായത് ഒരു റിയാക്ഷൻ നടക്കുകയാണ്, റിയാക്റ്റൻ്റ് പ്രൊഡക്റ്റായി മാറുകയാണ്. സോ ഇത് ഹാഫായിട്ട് റിയാക്ഷൻ നടന്നാൽ ഹാഫ് ലൈഫ്, അതായത് ഇപ്പോൾ ഒരു 100 ഏജ് വരെ ഒരാൾ ജീവിച്ചിട്ടുണ്ട്, അയാൾ മരിച്ചു, അതായത് 100 വരെ ജീവിച്ച അയാൾ മരിച്ചു, അയാൾ ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ 50 ഇയർ, അതായത് 50 വർഷം എന്നുള്ളതാണ് അതിൻ്റെ ഹാഫ് ലൈഫ്. അതേപോലെ നമ്മൾ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് ആണ് പറയാൻ പോകുന്നത്. സോ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. അതിൻ്റെ ഇക്വേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ദി ഹാഫ് ലൈഫ് ഓഫ് റിയാക്ഷൻ ഈസ് ദി ടൈം ടേക്കൺ ഫോർ ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ഈസ് റെഡ്യൂസ്ഡ് 1/2 ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. സോ ഈ ഡെഫിനേഷൻ പഠിക്കുക, എക്സാമിന് ചോദിക്കാറുണ്ട് എന്താണ് ഒരു റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. അതായത് ഒരു റിയാക്റ്റൻ്റ് പ്രൊഡക്റ്റായി മാറുകയാണ്. അപ്പോൾ ഈ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ, ഇവിടെ കോൺസെൻട്രേഷൻ, റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ പകുതിയാവുക, 1/2 ഓഫ് റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ ആവുന്നതിനുള്ള ആ ഒരു ടൈമിനെയാണ് ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു കോൺസെൻട്രേഷൻ 50 ആയിട്ടുള്ള ഒരു റിയാക്റ്റൻ്റ് ആണ് എടുത്തുള്ളത്, അവൻ്റെ ആ ഒരു കോൺസെൻട്രേഷൻ കഴിഞ്ഞ് അതായത് ഈ കോൺസെൻട്രേഷൻ പകുതിയാവാൻ, ഇവന് 50 ബാക്കി 25 ആവണല്ലോ, അപ്പോൾ ഈ ഒരു കോൺസെൻട്രേഷൻ പകുതിയാവാൻ എത്ര ടൈം വേണം, അതിനുള്ള ആ ടൈമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഒരു ഹാഫ് ലൈഫ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ ടി ഹാഫ്, അതായത് T1/2, ടി എന്ന് എഴുതിയിട്ട് അതിന് സഫിക്സിൽ 1/2 ടി ഹാഫ് എന്ന് പറഞ്ഞ സിമ്പിളായിട്ടാണ് സൂചിപ്പിക്കുക. അപ്പോൾ ഹാഫ് ലൈഫ് ഓഫ് റിയാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അത് 0 ഓർഡറിൻ്റെ കേസിൽ ഒരു ടി ഹാഫ് ഉണ്ടാവും, ഫസ്റ്റ് ഓർഡറിൻ്റെ കേസിലും ഒരു ടി ഹാഫ് ഉണ്ടാവും. സോ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞതിൻ്റെ ഈ ഒരു പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, അത് കാണാതെ മനസ്സിലാക്കിയിട്ട് അറിഞ്ഞ് പഠിക്കാൻ വേണം. അപ്പോൾ നമുക്ക് നോക്കാനുള്ളത് ഹാഫ് ലൈഫ് ഓഫ് എ 0 ഓർഡർ റിയാക്ഷൻ. ഓർഡർ 0 ആയിട്ടുള്ള റിയാക്ഷൻ്റെ ഹാഫ് ലൈഫിൻ്റെ ഇക്വേഷനാണ് കണ്ടുപിടിക്കാനുള്ളത്. അതായത് ഒരു ഓർഡർ 0 ആയിട്ടുള്ള കെൻ്റെ ഇക്വേഷൻ എന്താ വരിക? കെൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് R0 മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് R ഡിവൈഡ് ബൈ ടൈമാണ്. നമ്മൾക്ക് ഇതിൻ്റെ ടി ഹാഫാണ് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ടൈം എന്ന് പറയുന്നത് ടി ഹാഫാണ്. ഈ ടി ഹാഫിൻ്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. ഒരു റിയാക്ഷൻ ഹാഫായിട്ട് നടന്നാൽ എന്താ സംഭവിക്കുക? അതിലെ കോൺസെൻട്രേഷൻ ഓഫ് R കോൺസെൻട്രേഷൻ ഓഫ് R0/2 ആവുന്നതിനാണ്. അതായത് ഈ ഒരു R0 എന്ന് പറഞ്ഞത് R0/2 ആവുന്നതിനുള്ള, ഈ R0/2 ആവുന്നതിനുള്ള സമയമാണ് എന്തെന്ന് പറയുന്നത് ഹാഫ് ലൈഫ്. അപ്പോൾ ഈ R എന്ന് പറഞ്ഞാൽ എന്താണ്? R0/2 ആണ്. അതായത് ഞാനൊരു 0 ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫിന് ഇക്വേഷനാണ് എഴുതുന്നത്. അപ്പോൾ ആ 0 ഓർഡർ റിയാക്ഷൻ്റെ കെൻ്റെ ഇക്വേഷൻ എഴുതി, എന്നിട്ട് R0 മൈനസ് R, ഈ R എന്ന് പറഞ്ഞാൽ എന്താവും? ഹാഫ് ലൈഫിൽ R0/2 ആവും. അപ്പോൾ ഞാൻ അതിനെ മാറ്റി എഴുതാണ് കോൺസെൻട്രേഷൻ ഓഫ് R0. ഈ ആറിൻ്റെ സ്ഥാനത്ത് എനിക്ക് R0/2 എന്ന് കൊടുക്കാം. R0/2 ഡിവൈഡഡ് ബൈ ടി ഹാഫ്. ഈ ടി ഹാഫിന് ഇങ്ങോട്ട് ഞാൻ കൊണ്ടുപോവാണ്, ഈ കെനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അതായത് ഞാൻ ടി ഹാഫ് എന്ന് പറഞ്ഞതിൻ്റെ ഇക്വേഷൻ എനിക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഈ ടി ഹാഫിന് ഇങ്ങോട്ടും കെനെ ഇങ്ങോട്ടും കൊണ്ട് എന്താ വരും? ഇവിടെ ടി ഹാഫ് എന്ന് വരും, ഇവിടെ കെ എന്ന് വരും. സോ ദാറ്റ്സ് ഈക്വൽ ടു R0യിൽ നിന്ന് R0/2 കുറക്കുക. അതായത് ഒരു R0യിൽ നിന്ന് R0ൻ്റെ പകുതി കുറച്ച ബാക്കി എന്താ വരിക? R0 എന്ന് തന്നെ വരും. അതായത് R0ൻ്റെ വാല്യൂയിൽ നിന്ന് R0ൻ്റെ പകുതി കുറച്ച ഒരു R0 വരും. സോ R0/k എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ടി ഹാഫ് 0 ഓർഡർ റിയാക്ഷനുള്ള ടി ഹാഫിൻ്റെ ഇക്വേഷൻ എന്താണ്? R0/k. അപ്പോൾ നമ്മൾ പഠിക്കണം ഒരു ഹാഫ് റിയാക്ഷൻ്റെ അല്ലെങ്കിൽ ഹാഫ് ടൈം, ഒരു 0 ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് പീരീഡ് അല്ലെങ്കിൽ ഹാഫ് ലൈഫ് ടൈം എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് R0 ഡിവൈഡ് ബൈ കെ എന്നാണ്. കെ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ 0 ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റ്. R0 എന്ന് പറഞ്ഞാൽ ആ ഒരു 0 ഓർഡർ റിയാക്ഷൻ്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. സോ ഇതേപോലെ നമുക്ക് എന്ത് പഠിക്കണം? ഫുൾ ഹാഫ് ലൈഫ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ പഠിക്കണം. 0 ഓർഡറിൻ്റെ റിയാക്ഷൻ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ പഠിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? അവൻ്റെ കെൻ്റെ ഇക്വേഷൻ എഴുതണം. 2.303/k ആ ഒരു ഇക്വേഷൻ എഴുതിയിട്ട് ആ ഒരു ഇക്വേഷൻ എഴുതിയിട്ട് log R0/R എഴുതിയിട്ട് അതിൽ നിന്ന് ടി ഹാഫിൻ്റെ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം ഇക്വേഷൻ എഴുതാം. 2.303/T ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് R0 ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് R. ഈ ടി എന്ന് പറയുന്നത് ടി ഹാഫ് ആണ്. ഈ ടി ഹാഫിനെ അങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് സംഭവിക്കുക? ടി ഹാഫ് ഇങ്ങോട്ട് വരും, പിന്നെ എന്ത് വരും? ആ ഒരു കെ അതിൻ്റെ അപ്പുറത്തേക്ക് പോകും. സോ ടി ഹാഫ് ഈസ് ഈക്വൽ ടു 2.303. കെ ഇങ്ങോട്ട് വന്നു. സോ ഇത് കെ എന്നായി. നമുക്ക് ടി ഹാഫിൻ്റെ ഇക്വേഷൻ വേണം, അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഇവിടെ എന്താ സംഭവിക്കുക? ഈ കോൺസെൻട്രേഷൻ ഓഫ് R എന്ന് പറഞ്ഞത് കോൺസെൻട്രേഷൻ ഓഫ് R0/2 ആവും. അങ്ങനെയല്ല ആവുക. അതായത് കോൺസെൻട്രേഷൻ ഓഫ് ഹാഫ് ലൈഫാണ് കാണേണ്ടത്. അപ്പോൾ ഒരു ഫുൾ ലൈഫ് എന്ന് പറഞ്ഞാൽ പകുതി R0/2 ആവുകയാണ് ചെയ്യുക ഒരു ഹാഫ് ലൈഫ് പീരീഡ് കണ്ടുപിടിക്കുമ്പോൾ. അപ്പോൾ ഇക്വേഷൻ എന്താ വരിക? ലോഗ് ഓഫ് R0 ഡിവൈഡഡ് ബൈ R0/2
അല്ലേ, R0/2 ഈ R0യും കട്ട് ചെയ്യും, ഈ 2 മേലേക്ക് വരും. അപ്പോൾ ഇക്വേഷൻ എന്താ വരിക, log2 എന്നായി മാറും. സോ നമ്മളുടെ ടി ഹാഫിന് ഇക്വേഷൻ ടി ഹാഫ് ഈസ് ഈക്വൽ ടു 2.303/k log2 എന്നുള്ള ഇക്വേഷനിൽ എത്തും. log2ൻ്റെ വാല്യൂ ഈ വാല്യൂവിനോട് ഗുണിക്കുക, കെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ ടി ഹാഫിന് ഇക്വേഷനായി. സോ ടി ഹാഫ് ഈസ് ഈക്വൽ ടു നമുക്ക് പറ്റിയിട്ടുള്ള 2.303/k ഇൻറ്റു എന്തുണ്ട്, log2 ഉണ്ട്. log2ൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് വാല്യൂ നമുക്കറിയാം. 2.303 ഇൻറ്റു log2 എന്ന് പറഞ്ഞാൽ 3010 എന്നാണ്, ഡിവൈഡ് ബൈ കെ. സോ അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക, കാൽക്കുലേറ്റർ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ടി ഹാഫ് ഈസ് ഈക്വൽ വാല്യൂ കാൽക്കുലേറ്റർ മൾട്ടിപ്ലൈ ചെയ്താൽ 0.693 എന്ന് കിട്ടും. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ ഡിവൈഡ് ബൈ കെ. സോ ഇത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ കെൻ്റെ ഇക്വേഷനാണ് ഈ പറഞ്ഞിട്ടുള്ളത്. സോ ഇത് ക്ലിയർ ആയിട്ട് പഠിക്കണം. ഇതേപോലെ നമ്മൾ എന്ത് പഠിക്കണം, ഒരു സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫിൻ്റെ ഇക്വേഷനാണ് ഇവിടെ കൊടുത്തുള്ളത്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ കെൻ്റെ ഇക്വേഷനും അതിൻ്റെ ടി ഹാഫിൻ്റെ ഇക്വേഷനും പഠിക്കുക. സീറോ ഓർഡർ റിയാക്ഷൻ്റെ കെൻ്റെ ഇക്വേഷനും അതിൻ്റെ ഹാഫ് ലൈഫ് ഇക്വേഷനും പഠിക്കുക. സോ ആ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു 90% ഏരിയ മൊത്തം കംപ്ലീറ്റ് ചെയ്യും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഏരിയയും ചർച്ച ചെയ്തിട്ടുണ്ട് നമ്മൾ. ഈ ഒരു പാഠത്തിന് 90% മാർക്കും ഈ പറഞ്ഞിട്ടുള്ള സെക്ഷനിൽ നിന്നാണ്. അതുകൊണ്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് ഡീപ്പായിട്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് പഠിക്കണം. സോ ദി സെക്ഷൻ ഈസ് ഓവർ. അടുത്ത ടോപ്പിക്ക്, അടുത്ത കാര്യങ്ങൾ നെക്സ്റ്റ് സെക്ഷനിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബൈ.